ഉഷേ, ഇത് ഭയങ്കര വിഷമാണ്. നീ മൂക്ക് മൂടിക്കൊണ്ട് സ്പ്രേ. ഇത് കോൺസെൻട്രേറ്റഡ് ആണോ? പിന്നല്ലേ. എന്നത് പറയണ്ടേ? ഇന്നും കയറ് പൊട്ടിച്ചു പോയോ? ഇത് കണ്ടോ ചേട്ടാ? അവര് വിഷം വെച്ച് കൊന്നതാണ്. ദ്രോഹികൾ, ഇത് മനുഷ്യ ചെയ്യുന്ന ഏർപ്പാടാണോ? ചെടിക്ക് തളിക്കാനെന്ന് പറഞ്ഞ് അവര് വിഷം മാറ്റത് ഇതിനായിരുന്നു. രാജാ, കഥ തുറക്ക്, കഥ തുറക്ക. രാജാ, കഥ തുറക്ക്, കഥ തുറക്കാൻ. എന്താ ചേട്ടാ? മുറ്റത്തേക്കൊന്ന് വന്നേ. നിന്റെ ഭാര്യയില്ല പുണ്യവതി, അവിടെ വിളിച്ചോ. വാടാ. കാണാ കാണ്, തൃപ്തിയായില്ലേ? ഇനി നീ നിന്റെ ഭാര്യ എടുത്തോണ്ട് പോയി ചുട്ടു തന്നെ. എടുത്തോണ്ട് പോടി. എന്തിന്? നീ അവനും കൂടി ഇതിന് വിഷം കൊടുത്ത് കൊന്നതല്ലേ? കെട്ടിയിരുന്നിടത്തേ കൊണ്ട് കൊടുത്തൊന്നും അല്ലല്ലോ. കയറ് പൊട്ടിച്ചു വന്ന് തിന്നതാ. വിഷം അകത്തിയെന്നാ ചാകും. ധിക്കാരം പറഞ്ഞോണ്ടല്ലോ, അടിച്ചിന്റെ ചെവിക്കുറ്റി തന്നെ ആയിരിക്കും. താൻ ഇവളെ അടിക്കോ? എങ്കിലാന്ന് കാട്ടെ. ചാട്ടമൊക്കെ സ്വന്തം ഭാര്യ എടുത്തോ, ഇവളെടുത്ത് വേണ്ട. എന്താണ് പറഞ്ഞത്? ഏടോ, തന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഉണക്കക്കടാവ് ചത്തപ്പം തനിക്ക് ചോദിച്ചു. ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റോസ് നശിപ്പിച്ചപ്പോ തന്റെ വായിൽ എന്തായിരുന്നു? തോയായിരുന്നോ? വിഷം തളിച്ച കൊല്ലാൻ വേണ്ടി തന്നെ. താൻ എന്തോ ചെയ്യും? എന്ത് ചെയ്യുന്നു? നിന്നെ ഞാൻ അയ്യോ രാജേട്ടാ, വേണ്ട രാജേട്ടാ, വേണ്ട. വേണ്ട രാജേട്ടാ, വേണ്ട വരട്ടെ, വിടൂ. വേണ്ട വരട്ടെ. അയ്യോ വരട്ടെ, വേണ്ട വരട്ടെ. രാജേട്ടാ, വേണ്ട ചേട്ടാ. രാജാ, വേണ്ട രാജേട്ടാ. രാജാ, രാജേട്ടാ, കൊല്ലിനടാ എന്നെ. എന്നിട്ട് ഈ വീടിന് തീ വെക്ക്. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. ഇത്രയേറെ വിഷമിക്കുന്ന എന്തിന്? നമുക്കൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറാം. ഇവിടെ അവര് താമസിച്ചോട്ടെ. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് സമാധാനമായിട്ട് കഴിയാമല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? നീ പറയുന്നത് ശരിയാണ്, പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല. അച്ഛന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ ചേട്ടാനുജന്മാർ തമ്മിൽ എന്നും സ്നേഹമായിട്ട് കഴിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. വരട്ടെ, നമുക്ക് ആലോചിക്കാം. നീ എവിടെ പോകുന്നു? ഞാനിവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവാ. ഇവളുടെ വീടോ? ഇവളുടെ വീട് ഇതാണ്. ഇവിടെയാണ് അവളെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നത്. എല്ലാവരുടെയും ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് ഇവിടെ കഴിയാൻ എനിക്ക് വയ്യ. ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ കഴിഞ്ഞോളാം. മാധവൻ മാനാടാ ഈ പറയുന്നത്? എടാ, നീ കൂലി വിലക്കാരനായിരുന്നു. ജോലി ചെയ്ത് അന്തസ്സായി ജീവിച്ചിട്ടുള്ള, അല്ലാതെ പട്ടിണി കിടന്നിട്ടും എന്റെ അഭിമാനം വിട്ടിട്ടില്ലടാ. മാധവമേനന്റെ മക്കൾ
തമ്മി തല്ലി പിരിഞ്ഞെന്ന് ആളുകൾ പറയുന്ന ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യണ. ഇന്ന് നീ ഇവിടുന്ന് പോയാൽ തിരിച്ചു വരുന്നത് എന്റെ ശവം കാണാനായിരിക്കും. ഇല്ല, നീ ഒന്ന് പോയി നോക്ക്. രാജാ, നീ അകത്ത് പോ. എന്താണ് ഈ നോക്കി നിൽക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വളർത്തി എന്റെ മകനെ വിളിച്ചോണ്ട് നീ ഒന്ന് പോടി, ഞാൻ ഒന്ന് കാണട്ടെ. നിന്നോട് അകത്ത് പോകാൻ ഞാനാ പറഞ്ഞത്. കേറി പോടി അകത്ത്. അയ്യോ, വിടടി എന്നെ. ആരെന്ത് പറഞ്ഞാലും എനിക്കെന്റെ വീട്ടിൽ പോണം. നിനക്ക് വീട്ടിൽ പോകണം നിർബന്ധമുള്ളേ പോവാം. അത് ഇന്ന് തന്നെ വേണമെന്ന് ഇത്ര വാശി പിടിക്കുന്ന എന്തിനാ? നാണം കെട്ട വർത്തമാനം പറയരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വിവരം എന്റെ അച്ഛനെ ഒന്ന് അറിയിക്കാവോ? എന്നിട്ട് എന്തിനാ? അച്ഛൻ ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളും. എന്തായാലും ഇനി ഈ വീട്ടിൽ ഞാൻ അന്തി ഉറങ്ങില്ല. ഉഷ, നീ ഒന്ന് ക്ഷമിക്കേ. നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഞാനല്ലേ പറയുന്നത്. പക്ഷെ നീ ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഇറന്നല്ലോ. നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആഹാരം കഴിക്കുന്ന നീ കരുതുന്നുണ്ടോ? എങ്കിലിനി നിങ്ങളുടെ ചേട്ടത്തിയമ്മയുടെ കൈകൊണ്ട് വച്ചത് യാതൊന്നും ഞാൻ കഴിക്കില്ല. പട്ടിണി കിടന്ന് ചത്താലും കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. അടുക്കള അവർക്ക് മാത്രം ഉള്ളതല്ലോ, നമുക്ക് ആവശ്യപ്പെട്ടതാ. നമുക്കുള്ള ആഹാരം നീ പോയി ഉണ്ടാക്ക. ചെല്ലേ. എത്ര നേരമൊന്നും പറഞ്ഞ എങ്ങനെ ഇരിക്കുക? വിശക്കുന്നില്ലേ? ഇത്ര പെട്ടെന്ന് നമ്മളെ അവർ മറന്നു കളഞ്ഞോ ലക്ഷ്മി? രണ്ടുപേരും കൂടിയാണ് എന്നും ആഹാരം കൊണ്ടുവന്നിരുന്നത്. ഇന്ന് ആരും കൊണ്ടുവന്നില്ല. പോട്ടെ, സാരമില്ല. അവരെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പും നമ്മൾ ആഹാരം കഴിച്ച് ജീവിച്ചില്ലേ?